വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം ഇന്നിങ്ങനെ വെജിറ്റബിളിൻ്റെ ഫുഡ് കഴിക്കാൻ തോന്നി, വെജിറ്റബിൾ കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ തോന്നി. അങ്ങനെ ഇന്ന് വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ഉണ്ടാക്കുവാണ് ഫുഡ്. നമുക്ക് ആദ്യം അവിയലുണ്ടാക്കാം. വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, ക്യാരറ്റ്, കിഴങ്ങ്, കുക്കുംബർ അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ശകലം മാങ്ങ ഉണ്ടായിരുന്നു, ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ട് അരപ്പ് റെഡിയാക്കണേ. അരപ്പിനകത്തേക്ക് തേങ്ങ, കാൽ സ്പൂൺ ജീരകം, കാൽ സ്പൂൺ അതേപോലെ കടുക്, അതേപോലെ ശകലം ഉള്ളി, പച്ചമുളക്, തേങ്ങ ഇത്രയായിട്ട് ജസ്റ്റ് ഒന്ന് ചായക്കാം. മഞ്ഞൾപ്പൊടി ചായച്ചാൽ മതി, നല്ലപോലെ അരിഞ്ഞു പോകണ്ട. എന്നിട്ട് പകുതി വേകുന്ന പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യണേ. എന്നിട്ട് നല്ലപോലെ കവർ ചെയ്ത് വെക്കണം. ഇതൊരു എളുപ്പപ്പണി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ, അവിയലാണ്. നല്ലപോലെ ഇത് വേവണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. എനിക്ക് ഇച്ചിരി കുഴഞ്ഞ അവിയലാണ് ഇഷ്ടം, പലർക്കും പല ടെസ്റ്ററായിരിക്കുമല്ലോ ഇഷ്ടം. നമ്മളിതിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ആഡ് ചെയ്യണം വെന്ത് കഴിഞ്ഞിട്ട്. അതേപോലെ ശകലം തൈര് വേണം, 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യണേ. കറിവേപ്പില ഫ്രോസൺ ആട്ടോ ആഡ് ചെയ്യുന്നത്. അവിയലത് സാധാരണ ക്യാരറ്റും കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കളർഫുള്ളായിട്ടിരിക്കും. അതേപോലെ പച്ച നിറത്തിൽ എന്തെങ്കിലും പച്ചക്കറി പയറൊക്കെ ഉണ്ടെങ്കിൽ നല്ല നിറത്തിലായിട്ടിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ശകലം എണ്ണയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് അവിയൽ. നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അവിയലാട്ടോ, ഇത് ആർക്കും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അവിയലാണിത്. ഇത്രയേ ഉള്ളൂ, അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ശകലം തോരൻ വെക്കാം. തോരനാണെങ്കിൽ ബീട്രൂട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട്, അതേപോലെ പച്ചമുളക്, ഉള്ളി, തേങ്ങ, ശകലം മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നല്ലപോലെ കൈ കൊണ്ട് പുരട്ടുക. എന്നിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ തോരൻ്റെ കൂട്ടെടുത്ത് നമ്മൾ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഇതൊത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ഇതാകുമ്പോൾ എളുപ്പമുണ്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അത് തോരൻ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇനി മോരുകറി ഉണ്ടാക്കാം. ചട്ടി വെച്ച ശേഷം കടുക് പൊട്ടിക്കാം, അതേപോലെ ശകലം ഉലുവയും കൂടെ പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ശകലം ഇഞ്ചി, വെളുത്തുള്ളി, ശകലം ഉള്ളി ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. ഒത്തിരി മൂപ്പിക്കണം, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യാവേ. എന്നിട്ട് നല്ലോണം നോക്കി ഇളക്കാം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടിയും വേണം, ശകലം വേണം ആഡ് ചെയ്യാൻ പറ്റും കളറിന്. പച്ചമുളക് ആഡ് ചെയ്യാം. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമുക്കിനി നമ്മുടെ മോര് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങ് ചൂടായാൽ മതി, ജസ്റ്റ് ചൂടായാൽ മതി. നമുക്കിനി മാറ്റി വെക്കാം. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാം തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതേപോലെ ഒരു മുട്ടയും കൂടെ പൊരിക്കാം. അതേപോലെ തക്കാളി, അതേപോലെ സലാഡുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്, മോരുണ്ട്.
അവിയൽ, അതേപോലെ തോരന്, അതേപോലെ മുട്ട പൊരിച്ചതുണ്ട്, അതേപോലെ ശകലം നാരങ്ങ അച്ചാറും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കാറായി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.